പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കുടുംബത്തെയും എന്റെ കുട്ടികളെയും ആക്രോശിച്ചും ആക്ഷേപിച്ചും കൊണ്ടൊരു വീഡിയോ ആദ്യം ചെയ്യുക. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇവന്റെ റീച്ച്, കാരണം ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്, സോഷ്യൽ മീഡിയയിൽ ഇവന് വർദ്ധിക്കുന്ന ഇവന്റെ ഫോളോവേഴ്സ്, ഇവൻ ഇതിനകത്തെല്ലാം ഹരം കൊണ്ട് ഈ വിഷയത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ നോക്കി. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈത്തിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ്. അങ്ങനെ ഇവൻ പരമാവധി എനിക്കെതിരെ നിരവധി വീഡിയോകൾ ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നെ എതിർത്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാരൊക്കെ തന്നെ എന്നെ തെറി വിളിച്ചും എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടും നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വെളുപ്പിനെ ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് വെളുപ്പിനെ വീണ്ടും നിരവധി മെസ്സേജുകൾ, അത് ഭീഷണിയുടെ സ്വരത്തിലാണ്. നിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ഇളകും, മലപ്പുറത്തെ പിള്ളേരെ നിനക്കറിയത്തില്ല, SDP നിന്നെ തീർക്കും. നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നു, വെറും പുഴു. അങ്ങനെ ഡ്രാമ ഇറക്കി. അതിനിടയിൽ ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരുവൻ, എടാ പാഞ്ചി, നീ എന്റെ അപ്പന്റെ കൂടെ കണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? അവൻ ഈ നിഷാന് പിന്തുണ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. ഷാജഹാൻ അനുകൂലമായിട്ട് നിരവധി കമന്റുകൾ പ്രവഹിക്കുന്നു. എന്നെ വീണ്ടും തെറി വിളിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നു. ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും, പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. 5000 രൂപ കൊടുത്ത് ഈ പയ്യന്റെ എഡിറ്റർ പയ്യൻ ഈ വണ്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്ന ഗെയിമർ, തൊപ്പി എന്ന് പറയുന്ന അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഗെയിമർ പയ്യൻ, അവന് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിന് മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത്. യഥാർത്ഥത്തിൽ വേണ്ട, ചീപ്പായിട്ട് കുറെ ഹിന്ദി സിനിമകളി വന്നില്ലേ? കൊള്ളാം, നിനക്ക് പറ്റും. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകും. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിന്റെ മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം. പക്ഷെ എത്രയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം എല്ലാ മറകളെയും അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. പോലീസുകാർ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.